ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടാപ്പ് ആൻഡ് ഗോയിൽ എങ്ങനെയാണ് റോപ്പ് ഇടുന്നത് എന്നുള്ളതാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. കുറേ ആൾക്കാർക്കുള്ള സംശയമാണ് ഇത് എങ്ങനെ ഇടുക എന്നുള്ളത്. അപ്പോൾ ടാപ്പ് ആൻഡ് ഗോയിൽ എങ്ങനെയാണ് റോപ്പ് ഇടുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. എങ്ങനെ ഇത് ഇടുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നതാണ്. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഊരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊക്കെ ഈ രണ്ട് സൈഡിൽ പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഊരിയെടുക്കുക. ഊരിയതിനു ശേഷം മുകളിലെ ഇങ്ങനെ ഊരിയെടുക്കാവുന്നതാണ്. നമ്മൾ ഇത് ചുറ്റേണ്ടത് ഇതിന്മേലാണ്. ഈ റൗണ്ട് വീലുമലാണ് നമ്മൾ റോപ്പ് ചുറ്റേണ്ടത്. ഏകദേശം റോപ്പ് ഒരു 2 മീറ്റർ നീളത്തിലെടുക്കുക. 2 മീറ്റർ നീളത്തിലെടുത്തതിന് ശേഷം ഒരു റോപ്പ് ഏകദേശം ഒരു ഇത്ര ഈ ഒരു നീളം ഏറെ വെച്ചിട്ട് ഇത് കറക്റ്റ് സെൻറ്ററായിട്ട് ഇങ്ങനെ മടക്കുക. സെൻറ്ററായിട്ട് ഇങ്ങനെ മടക്കുക. ഇവിടെ സെൻറ്ററായിട്ട് മടക്കിയതിനു ശേഷം ഇതിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒന്ന് കുറച്ച് കൂടുതലുമാണ്. ഇത് കുറച്ചൊന്ന് ഒരു റോപ്പ് കുറച്ച് കൂടുതലായിട്ട് ഇത്ര നീളം വെക്കണം. എന്നിട്ട് മടക്കിയത് കറക്റ്റ് ഈ ഒരു ഇതിന്റെ ഗ്യാപ്പിൽ ഇത് ഇറക്കി വെക്കുക. എന്നിട്ട് 2 റോപ്പിന്റെ ഈ ചാലിലൂടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. പുതിയതായിട്ട് മെഷീൻ മേടിക്കുന്ന ആളുകൾക്കൊന്നും ഇത് കറക്റ്റായിട്ട് ഇടയിൽ അറിയില്ല. അപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. ഇത് കുറച്ച് ചുറ്റിയതിനു ശേഷം ഏകദേശം കഴിയാനാണെങ്കിൽ കുറച്ച് മുന്നായിട്ട് ഇത് രണ്ടും ഒരു സൈഡിലോട്ട് ആക്കുക. ഒരു സൈഡിലോട്ട് പറഞ്ഞാൽ ഈ കട്ടിങ്ങുള്ള സൈഡിലോട്ട് രണ്ടും കൊണ്ടുവരണം. ഇത് രണ്ടും കട്ടിങ്ങുള്ള സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് ചെറിയ റോപ്പ് എവിടെയാണ് കഴിയുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഇതിൽ കയറ്റി ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് വയ്ക്കുക. ഈ ഒരു ഇതിൽ കൊടുത്ത് വെച്ചാൽ ഇത് കുടുക്കിയിടാനുള്ളത്. ഇതിങ്ങനെ കൊടുത്തിട്ട് ഇതിലും കുടുക്കി വയ്ക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് രണ്ടും വൺ സൈഡ് ആക്കുക. എന്നിട്ട് ഇതിൽ കൊടുത്തിട്ട് ഇത് പൊടിച്ച് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇത് ഒന്നും ചെയ്യുള്ളത് കറക്റ്റ് ഇതിലോട്ട് ഇറക്കിയിട്ട് ഈ ഒരു വെള്ളയുടെ ഇതിലോട്ട് ഇറക്കി വയ്ക്കുക. അതുപോലെ ഇതിലോട്ട് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ആകണം. പ്രസ് ആയതിനു ശേഷം മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. ചിലത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ടൈറ്റ് ഉണ്ടോ, അങ്ങനെ വയ്ക്കാണ്ട് ഈ കപ്പ് കൊടുക്കരുത്. നമ്മൾ കറക്റ്റ് ഇറങ്ങുന്ന കണ്ടീഷൻ ആക്കിയിട്ട് ഉണ്ടോ ഇതിങ്ങനെ പ്രസ്സിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രസ് ആകുന്ന കണ്ടീഷൻ ആക്കിയതിനു ശേഷം അത് കറക്റ്റ് ഇത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ കറക്റ്റ് ആവും. ഓക്കെ, ഇനി നീളം കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ സെന്ററത്തെ ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നീളം കൂടും. ഇത് എത്ര നീളം ഇനി നീളം കൂടണമെന്നുണ്ടെങ്കിൽ ഇത്ര നീളം ഏകദേശം ഈ ഒരു നീളം മാത്രമേ പുറത്തേക്ക് വലിച്ചിടാം. കൂടുതൽ വലിച്ചിട്ട് കഴിഞ്ഞാൽ റോപ്പ് പെട്ടെന്ന് പൊട്ടും. അതുകൊണ്ട് വല്ലാതെ പുറത്തേക്ക് വലിച്ചിടരുത്. ഏകദേശം ഇത്ര നീളം മതി. ഇതിന് ഉള്ളിലോട്ടന്നെ അത് തിരിച്ചു കയറുന്നത് അയച്ചിട്ട് രണ്ടാമത് ചുറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള മാത്രം ഇത് പ്രസ് ചെയ്ത് വലിക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അത്രയും പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാം നമ്മുടെ ടൈറ്റായിട്ട് ലോക്കായി നിൽക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.